ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശ് സൈനിക കലാപത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടുണരുന്നത്. ബംഗ്ലാദേശിന്റെ നേതൃത്വത്തെ സംബന്ധിച്ച് കഴിവില്ലാത്ത ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് താൽക്കാലിക ഭരണത്തിലിരിക്കുന്ന യൂനിസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ഇരുന്നിട്ട് തന്നെ ഒരു പ്രസ്താവന നടത്തിയത് നമുക്കറിയാം. പ്രജകളെ വരുതിക്ക് നിർത്താൻ സാധിക്കാത്ത, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും രാജ്യത്തെ പൗരന്മാരാണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കാത്ത, അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കാത്ത, കഴിവില്ലാത്ത, നട്ടെല്ലില്ലാത്ത ഒരു സർക്കാർ അട്ടിമറിയിലൂടെ ഷെയ്ഖ് ഹസീനയെ പുറത്തിറക്കിയത് തന്നെ അധികാരത്തിലേറുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയാനായിരുന്നു. അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു യൂനിസ് സർക്കാർ അട്ടിമറിയിലൂടെ ഷെയ്ഖ് ഹസീനയെ നാട് കടത്തിയത് എന്ന് ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം ഇതേവരെ ബംഗ്ലാദേശിൽ സമാധാനം പുലർന്നിട്ടേയില്ല. സൈന്യത്തിൽ തന്നെയുള്ള പാക് വിരുദ്ധർക്കെതിരെ യൂനിസ് സർക്കാർ പ്രതികാര നടപടി ആരംഭിച്ചതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. പാകിസ്ഥാനെ താലോലിക്കുകയും പാകിസ്ഥാനുമായി ചേർന്ന് നിന്ന് ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഹമ്മദ് യൂനിസിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ താലോലിക്കുന്ന ആളുകളെ സൈന്യത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ പാകിസ്ഥാന്റെ സൈനിക നടപടിയെ ശക്തമായി അപലപിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന സൈനികർ ബംഗ്ലാദേശിന്റെ സൈനിക വിഭാഗത്തിലുണ്ട് എന്ന രൂപത്തിൽ അറിഞ്ഞതിന് ശേഷമാണ് യൂനിസിന് ആകെ ഇളകിയത്. അങ്ങനെ പാകിസ്ഥാനെതിരെ ശബ്ദിക്കുന്ന, പാകിസ്ഥാനെതിരെ പ്രതികരിക്കുന്ന, പാകിസ്ഥാന്റെ സൈനികർക്കെതിരെ ഏതെങ്കിലും രൂപത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ സൈനികരിൽ നിന്നും ഇളക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് യൂനിസ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തന നടപടികൾ യൂനിസ് സർക്കാർ ആരംഭിക്കുകയും ചെയ്തു. ഇതോടുകൂടി ബംഗ്ലാദേശിൽ വീണ്ടും സൈനികർക്കിടയിൽ കൂടി വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾക്ക് അത് വഴിവെച്ചു. ബംഗ്ലാദേശ് സൈന്യം നിലവിൽ പാക് ചാര സംഘടനയായ ISIയുടെ നിയന്ത്രണത്തിലാണ് എന്ന ആശങ്ക ഭാരതം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യയെ തോൽപ്പിക്കുക, ഇന്ത്യയുടെ മതേതരത്വത്തെ നശിപ്പിക്കുക, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇല്ലാതാക്കുക, അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിൽ, ഇസ്ലാമിക നിയമത്തിന് കീഴിൽ, ISSന്റെ നിയമത്തിന് കീഴിൽ ബംഗ്ലാദേശിനെ കൊണ്ടുവരാനുള്ള സംഘടിതമായ നീക്കമാണ് ബംഗ്ലാദേശിന്റെ സൈനിക വിഭാഗവും പാകിസ്ഥാന്റെ സൈനിക വിഭാഗവും കൂടി ചേർന്ന് ISSന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രൂപം ഇന്ത്യ ശക്തമായിട്ടുള്ള വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനെ ബംഗ്ലാദേശിൽ ഇപ്പോൾ അരങ്ങേറിയ ഹിന്ദു വിരുദ്ധ കലാപത്തിന്റെ അന്വേഷണം സൈന്യവും പോലീസും അട്ടിമറിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ രൂപത്തിലുള്ള അട്ടിമറിയിലൂടെ ഒരു രാജ്യത്തെ ഒന്നടങ്കം തകർക്കാൻ ശ്രമിക്കുമ്പോൾ തന്റെ പിതാവും മാതാവും സഹോദരങ്ങളും കുടുംബക്കാരും ഒക്കെ ജീവൻ കൊടുത്ത് പടുത്തുയർത്തിയ ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കുന്നത് കണ്ടു നിൽക്കാൻ പെൺപുലിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് സാധിക്കില്ല. വീണ്ടും ഒരു 2020 മാച്ചിൽ ഇറങ്ങുകയാണ് ഷെയ്ഖ് ഹസീന യൂനിസുമായി. ബംഗ്ലാദേശ് സൈനിക കലാപത്തിലേക്ക് സൈന്യത്തിലെ പാക് വിരുദ്ധർക്കെതിരെ യൂനിസ് സർക്കാർ പ്രതികാര നടപടി ആരംഭിച്ചതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. ബംഗ്ലാദേശ് സൈന്യം നിലവിൽ പാക് ചാര സംഘടനയായ ISIയുടെ നിയന്ത്രണത്തിലാണെന്ന ആശങ്ക ഭാരതം മുന്നോട്ട് വെച്ചിരുന്നു. ബംഗ്ലാദേശിൽ അരങ്ങേറിയ ഹിന്ദു വിരുദ്ധ കലാപത്തിന്റെ അന്വേഷണം സൈന്യവും പോലീസും അട്ടിമറിച്ചിരുന്നു. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനോട്. ജിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശം? ബംഗ്ലാദേശ് സൈന്യത്തിൽ പാക് ചാര സംഘടനയായ ISI പിടിമുറുക്കുന്നുണ്ടെന്നും ഇത് കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്ന ആശങ്ക നേരത്തെ തന്നെ അയൽ രാജ്യത്തിന്, അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് അയൽ രാജ്യത്തിന് ഭാരതം നൽകിയതാണ്. ആ മുന്നറിയിപ്പ് ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത്. ബംഗ്ലാദേശ് ഒരു സൈനിക കലാപത്തിലേക്ക് കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തിലേക്ക് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന ആ ഹിന്ദു വിരുദ്ധ കലാപത്തിന് പിറകെ നിലവിലൊരു, അതായത് അടിയന്തിരമായി സ്വതന്ത്ര ഭാരതം ഇടപെടേണ്ടുന്ന അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നാമമാത്രമായിട്ടെങ്കിലും ഉള്ള ന്യൂനപക്ഷം ഇനി ബംഗ്ലാദേശിൽ അനിക്സ്പ്രേയുടെ പരസ്യം പോലെയായി പോകും. യുഎസ് സർക്കാരിനെ നിലയ്ക്കു നിർത്താൻ, ജമാഅത്തെ ഇസ്ലാമിക്ക് കടിഞ്ഞാണിടാൻ ആകെ സാധിക്കുന്നത് ഈ സ്വതന്ത്ര ഭാരതത്തിലെ നരേന്ദ്രമോദി സർക്കാരിന് മാത്രമാണ്. ത്തിലേക്കും സൈനിക കലാപത്തിലേക്കും ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കും വീണ്ടും ബംഗ്ലാദേശ് കടക്കുന്നു എന്ന റിപ്പോർട്ടുകളും സൂചനകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനിസ് സർക്കാരിനെതിരെ നിലവിൽ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി തന്നെയാണ്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ബംഗ്ലാദേശിൽ വികസനവും സമാധാനവും ഉറപ്പാക്കുന്നതിന് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ഒരു പുതിയ സർക്കാർ രൂപീകരിക്കണമെന്ന പ്രഖ്യാപനമാണ് സൈനിക മേധാവി നടത്തിയിട്ടുള്ളത്. അത് പൂർണ്ണമായും നിലവിലെ ഇടക്കാല സർക്കാരിനെതിരെയുള്ള കലാപക്കൊടി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതായത് ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടത്തണം എന്ന് സൈനിക മേധാവി തന്നെ പറയണമെങ്കിൽ ആ സൈനിക ക്യാമ്പിനകത്ത് അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളിന് ഒരുപാട് സംശയങ്ങൾ ജനിച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായി ചേർന്ന് നിന്ന് ഈ രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള ഒരുപാട് ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ്.
ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരായ യൂനിസിനോട് ബംഗ്ലാദേശ് ജനത തന്നെ കൃത്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ച സ്ഥിതിക്ക് ആ രാജ്യത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ നീക്കങ്ങളുമായി നരേന്ദ്രമോദി സർക്കാർ രംഗത്ത് വരാതിരിക്കില്ല. ഇത്തരമൊരു വലിയ പ്രശ്നത്തിലേക്ക് സൈന്യവും ഇടക്കാല സർക്കാരും തമ്മിലും ഒപ്പം സൈന്യത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ ഇരുചേരികളിലായി നിൽക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് വഴിവെച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാക് ചാരസംഘടനയായിട്ടുള്ള ISI ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിനും ഒപ്പം സൈന്യത്തിലും പിടിമുറുക്കുകയായിരുന്നു. ആ പാകിസ്ഥാൻ ചാരസംഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ മുഹമ്മദ് യൂനിസ് സർക്കാർ കൂട്ട നടപടി സ്വീകരിച്ചതാണ് ഇത്തരത്തിൽ സൈന്യത്തിനുള്ളിൽ ചേരിതിരിവുണ്ടാകുന്നതിനും ഒപ്പം സൈനിക മേധാവി തന്നെ ആ ഇടക്കാല സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തി യൂനിസ് സർക്കാർ പിന്മാറണം, പുതിയൊരു സർക്കാർ നിലവിൽ വരണമെന്ന ആവശ്യത്തിലേക്ക് സൈന്യം എത്തിയിട്ടുള്ള അത്തരത്തിൽ ഒരു സൈനിക നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. ഒപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പുറത്തു വന്ന ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണങ്ങൾ, താൻ ശക്തമായി രാഷ്ട്രീയ ശക്തിയായി തിരിച്ചു വരുമെന്ന പ്രതികരണങ്ങൾ, സൂചനകൾ ഷെയ്ഖ് ഹസീന നൽകി. അത് ഈ സൈന്യത്തിന്റെ പിന്തുണയോടെയാണോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അത്തരത്തിൽ ഈ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഷെയ്ഖ് ഹസീന പൂർണ്ണമായി ഔദ്യോഗികപരമായി രാജിവെച്ച് ഒഴിഞ്ഞതല്ല. അതുകൊണ്ട് സൈന്യത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് തിരിച്ചു വരാനാകും എന്നുള്ളത് അവാമി ലീഗുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ടൊരു പുതിയ രാഷ്ട്രീയ നീക്കത്തിലേക്കോ സൈനിക കലാപത്തിലേക്കോ സൈനിക നീക്കത്തിലേക്കോ ബംഗ്ലാദേശ് കടക്കുന്നു. അതും അതായത് ഈ സൈനികർക്കിടയിലുള്ള പാകിസ്ഥാൻ ചാരന്മാർ ISIക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് 45 മിനിറ്റ് സമയം നൽകിയത്. അധികാര കസേര വിട്ടൊഴിഞ്ഞ് ഈ രാജ്യം ഉപേക്ഷിച്ച് പോകണം എന്നായിരുന്നു ഷെയ്ഖ് ഹസീനയോട് സൈനികർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ സംതൃപ്തി ഉണ്ടായിരുന്ന ഒരു വിഭാഗം സൈനികർ ഇപ്പോഴും ബംഗ്ലാദേശ് സൈനിക വിഭാഗത്തിലുള്ളത് കൊണ്ടാണ് പാക് ചാരസംഘടനയ്ക്കെതിരെയും യൂനിസ് നയിക്കുന്ന പാകിസ്ഥാൻ തീവ്ര വിഭാഗങ്ങളാകുന്ന ആളുകളെ ബംഗ്ലാദേശ് സൈനികരിലേക്ക് കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നടപടിക്കെതിരെയും ശക്തമായി രംഗത്ത് വരുന്നതും പുതിയ ഒരു തെരഞ്ഞെടുപ്പ് വേണം എന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുന്നതിനും കാരണം സാഹചര്യത്തിലേക്ക് വീണ്ടും ബംഗ്ലാദേശ് പോകും എന്നുള്ള റിപ്പോർട്ടുകളും സൂചനകളുമാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധമായിരുന്നു പിന്നീട് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന, പ്രത്യേകിച്ച് ഹിന്ദുവും പാഴ്സിയും ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ജനങ്ങൾ നിഷ്കരണം കൊല്ലപ്പെടുന്ന, ആരാധനാലയങ്ങൾ അടിച്ചു തകർക്കുന്ന വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് ബംഗ്ലാദേശ് കടന്നത്. ആ കലാപത്തിന്റെ തുടക്കത്തിൽ തന്നെ പിടിച്ചു നിൽക്കാനാകാതെ ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ അഭയം പ്രാപിച്ചിരുന്നു, ഭാരതത്തിലേക്ക് പലായനം ചെയ്തിരുന്നു. അതിന് പിറകെ വലിയ കലാപം നടന്നെങ്കിലും ആ കലാപത്തെ പോലും വെള്ളപൂശുന്ന സമീപനമായിരുന്നു സൈന്യവും പോലീസും ബംഗ്ലാദേശിൽ നടത്തിയത്. പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ കാരണം ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധ കലാപം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ കലാപം ബംഗ്ലാദേശിൽ നടന്നിട്ടില്ല എന്നും ജൂലൈ മുതൽ നവംബർ വരെ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ 98% വെറും രാഷ്ട്രീയ പ്രേരിതമാണ്, അതിൽ മതപരമായ വിഷയങ്ങളില്ല എന്നുള്ള റിപ്പോർട്ട് സൈന്യവും പോലീസും എല്ലാം നൽകിയിരുന്നു. അതിനുശേഷവും ബംഗ്ലാദേശിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ മുഹമ്മദ് യൂനിസ് സർക്കാർ സാധിക്കാതിരിക്കുകയും പാക് വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ കൂട്ട നടപടി സ്വീകരിച്ചതുമാണ് സൈനിക മേധാവിയെയും ഒപ്പം സൈന്യത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെയും ചൊടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സൈനിക നീക്കത്തിലേക്ക്, പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് ബംഗ്ലാദേശ് കടക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഷെയ്ഖ് ഹസീന പുറത്തു പോയി കഴിഞ്ഞാൽ ഉടനെ ഈ കലാപകാരികളാകുന്ന പ്രക്ഷോഭകാരികളെ തളയ്ക്കാൻ സാധിക്കേണ്ടതായിരുന്നു. അതായിരുന്നു അവിടുത്തെ പ്രശ്നം. സംവരണ വിരുദ്ധമായിരുന്നില്ല ശരിക്കു പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ പ്രശ്നം. ഷെയ്ഖ് ഹസീനയെ അട്ടിമറിയിലൂടെ പുറത്താക്കണം, ജമാഅത്തെ ഇസ്ലാമിക്ക് അധികാരം പിടിക്കണം, അവിടെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യണം. അങ്ങനെ ഹിന്ദു വിരുദ്ധതയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട നയം. അതിനെതിരെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിന്നിട്ട് മുഹമ്മദ് യൂനിസുമായി യുദ്ധം പ്രഖ്യാപിക്കാനുള്ള കാരണം. പാകിസ്ഥാനെതിരെ ശബ്ദിക്കുന്ന സൈനികരെ ഇല്ലാതാക്കാൻ, ചൈനയുമായി ബന്ധം സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് എതിരഭിപ്രായങ്ങൾ ഉന്നയിച്ച സൈനിക മേധാവികൾക്കെതിരെയുള്ള ദ്രുതഗതിയിലുള്ള നടപടി, ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ സൈനിക മേധാവികളെ അക്ഷരാർത്ഥത്തിൽ എന്താണ് ഇവരുടെ അട്ടിമറി എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. നന്ദി.